നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം അവസാനിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഉണ്ടാകും. എങ്കിൽ പോലും ജൂലൈ മാസത്തെ ആനുകൂല്യങ്ങൾ വാങ്ങാത്തവർ റേഷൻ കടകളിലെത്തിയും അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴിയും ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മുൻഗണന റേഷൻ കാർഡുകൾക്ക് സബ്സിഡി നിരക്കിലുള്ള ആനുകൂല്യങ്ങളും സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യങ്ങളുമെല്ലാം സപ്ലൈകോയിലും റേഷൻ കടകളിലും ഉണ്ടായിരിക്കും. ഇതുകൂടാതെ മുൻഗണനേതര വിഭാഗത്തിലെ കാർഡുകൾക്കാണെങ്കിൽ പോലും സബ്സിഡി ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ വഴിയൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക. ഇനി ഇത് മാത്രമല്ല, BPL കാർഡിലേക്ക് അപേക്ഷ വെച്ചവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പ് വന്നു കഴിഞ്ഞു. ഈ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട്, പുതിയ സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് 50,000-ഓളം വരുന്ന മുൻഗണനാ കാർഡുകൾ ഇഷ്യൂ ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു. 72,000-ന് മുകളിൽ മുൻഗണനാ കാർഡുകളാണ് വിതരണം ചെയ്യാൻ പോകുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷ വെച്ച സമയത്ത് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളെല്ലാം കൃത്യമായിട്ട് സമർപ്പിച്ച് അപേക്ഷ വെച്ച എല്ലാവർക്കും തന്നെ, അർഹതയുള്ള എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഈ ഒരു മുൻഗണനാ കാർഡ് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. എന്തെങ്കിലുമൊക്കെ അപേക്ഷയിൽ പോരായ്മകളുള്ളവർക്ക് കൃത്യമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ലെറ്റർ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം പരിഹരിച്ച് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ എത്രയും വേഗം അപ്ലോഡ് ചെയ്യുക. നമ്മൾ മുൻഗണനാ BPL കാർഡ് നഷ്ടമാകാതിരിക്കുന്നതിന് ഈ സുവർണ്ണ അവസരം പ്രയോജനപ്പെടുത്തുക. നമുക്ക് മുൻഗണനാ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന മാസം മുതൽ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത മാസം മുതലായിരിക്കും റേഷൻ വിതരണത്തിന് അർഹതയുള്ളത്, അതായത് സൗജന്യ റേഷൻ വിതരണത്തിന് അർഹതയുള്ളത്. അതിന് മുൻപ് വരെ നമുക്ക് സാധാരണഗതിയിലുള്ള ആനുകൂല്യങ്ങൾ, നിലവിലെ മുൻഗണനേതര വിഭാഗത്തിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് ഓണക്കാലത്ത് സൗജന്യ കിറ്റിൻ്റെ വിതരണം ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. സൗജന്യ കിറ്റ് ലഭിക്കുക പക്ഷേ മഞ്ഞ നിറമുള്ള, അതായത് AV എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡുകൾക്കായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ സംസ്ഥാനത്ത് വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിൽ അന്തേവാസികളുണ്ട്. 4 പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലായിരിക്കും അത്തരത്തിൽ കിറ്റുകൾ വിതരണം ചെയ്യുക. 850 രൂപയുടെ മുകളിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ 16 ഇനങ്ങൾ, തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനങ്ങളാണ് കിറ്റിൽ ഉൾപ്പെടുക. ഈ കിറ്റ് നമുക്ക് സൗജന്യമായിട്ട് തന്നെ ഓഗസ്റ്റ് മാസം 10-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള സമയപരിധിയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റേഷൻ കടകളിലെത്തി ആനുകൂല്യങ്ങൾ വാങ്ങാം. അപ്പോൾ ഈ റേഷൻ കടയിലെത്തിയ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡ് ഉടമകൾ കൈപ്പറ്റുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം, അതായത് നിശ്ചിത തീയതിക്ക് ശേഷം പിന്നീട് സൗജന്യ കിറ്റുകൾ വിതരണം ചെയ്യുന്നതല്ല. 10-ാം തീയതി മുതലെന്നാണ് നിലവിൽ അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പാക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സപ്ലൈകോയുടെ ഗോഡൗണുകളിലൊക്കെ ആരംഭിക്കുന്നത്. അതിനുശേഷം ഇത് കൃത്യമായിട്ട് പാക്ക് ചെയ്ത് സപ്ലൈകോയിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട റേഷൻ കടകളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ റേഷൻ കടകളിലൊക്കെ എത്തിച്ചേർന്ന് ഓഗസ്റ്റ് മാസം 2-ാമത്തെ ആഴ്ചയിൽ, അതായത് 10-ാം തീയതി അതിനുശേഷമൊക്കെയാണ് വിതരണം നടക്കുക. അത് പ്രത്യേകം മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കോ അല്ലെങ്കിൽ APL വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾക്കോ ഇത്തരത്തിലുള്ള സൗജന്യ കിറ്റിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ഇത്തരം റേഷൻ കാർഡുകൾക്കെല്ലാം പ്രത്യേക ഡിസ്കൗണ്ട് ഇട്ട് തന്നെയാണ് സ്പെഷ്യൽ കിറ്റുകൾ നമ്മളുടെ സംസ്ഥാനത്തെ സപ്ലൈകോ വഴിയൊക്കെ വിതരണം നടത്താൻ പോകുന്നത്. ഓണക്കാലത്ത് അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ 3 സ്പെഷ്യൽ കിറ്റുകളാണ് അവതരിപ്പിക്കുന്നത്. അത്തം കിറ്റ്, ഉത്രാടം കിറ്റ്, അതോടൊപ്പം തിരുവോണം കിറ്റ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള 1000 രൂപ മുതൽ 2000 രൂപ വരെയാണ് കിറ്റിന് ചാർജ് ഈടാക്കുന്നത്. 300 രൂപ മുതൽ 500 രൂപയുടെ വരെ അധിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്ന കിറ്റുകളാണ് ഇത്തരത്തിൽ പ്രത്യേക കിറ്റുകളായിട്ട് സപ്ലൈകോ വഴിയൊക്കെ വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ ആശാ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ Facebook, YouTube ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട് മനസ്സിലാക്കുക, ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുക. 9-ാം ക്ലാസ് മുതൽ ഉയർന്ന ഏത് കോഴ്സുകൾക്കും സ്കോളർഷിപ്പ് ആനുകൂല്യത്തിന് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.